ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കതിര് കാണാൻ പോകുക കേട്ടോ. നമ്മളൊരു 4 മണി 5 മണി ആയപ്പോഴാണ് എൻ്റെ താത്താർ വിളിച്ചത്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? ഞങ്ങളൊക്കെ പെട്ടെന്നുണ്ടാവും. ഇപ്പോൾ പുഷിപ്പോൾ പോകും, അങ്ങനത്തെ പരിപാടിയാണ്. ഇപ്പം അവിടെ എന്താ കേട്ടോ അവിടേക്ക് കൊണ്ടാക്കി തന്നു. ഹലോ ഗായ്സ്, നമ്മളിത് വന്നിട്ടുള്ളത് കതിരിക്കാണ്. ഹലോ ഗായ്സ്, നമ്മളിത് വന്നിട്ടുള്ളത് കതിരിക്കാണ്. കതിര് നമുക്ക് കാണാം. അങ്ങനെ ഇപ്പം ഞാൻ കൊണ്ടാക്കി തന്ന്. ഇപ്പം ഇല്ല കതിരിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇമ്മില്ലേനി. ഞങ്ങൾ 3 ആളും പിന്നെ മറ്റോലെ മാപ്പിളാരും ഓലാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെയാണ് പോയിരുന്നത്. പിന്നെ ഞങ്ങൾ കതിരിലെത്തിയപ്പോൾ മൈദി ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിരിക്കണ്. പകലിനെക്കാട്ടിൽ ഇവിടെ രാത്രി ആട്ടോ ഗൈസ് കൂടുതൽ രസം. പിന്നെ കുട്ടികൾക്ക് കളിച്ചാനും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഐസൊക്കെ അവിടെ നല്ല അടിച്ച് പൊളിച്ച് കളിച്ച് ബാക്കിയുള്ളവരും താത്താര കുട്ടികളും ഒക്കെ നല്ല പൊള്ളിയായിട്ട് കളിച്ച് ഈ സീസോമലൊക്കെ ഇരുന്ന് കളിച്ചിന്. ഈ കതിരിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് അറിയോ ഗൈസ്? അറിയാത്തവർക്ക് കണ്ടോ, നമ്മുടെ നാട്ടിലുള്ളൊരു ചെറിയ സംഭവമാണ്. നിലമ്പൂർ പൂക്കോട്ടും പാടത്താണ്. പൂക്കോട്ടും പാടം അവിടെ തന്നെയാണ് ഒരു ഡ്രസ്സ് കടൻ്റെ താഴത്തേക്ക് ഇറങ്ങിങ്ങാണ്ടുള്ളൊരു ഇതിലാണ് ഈ സംഭവം. കതിര് അതിലൊക്കെ സീസണിലൊക്കെ അടിത്തിമിർക്കാണ്. കൂളിംഗ് ഗ്ലാസ് ഞങ്ങൾക്ക് എപ്പോഴും വീക്ക്നെസ് ആയതുകൊണ്ട് കയ്യിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഓരോരുത്തർ കുട്ടികളല്ലേ അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ 3 ആളും ഇങ്ങനെ വൈബും പിടിച്ചിങ്ങാണ്ട് എങ്ങോട്ടേലൊക്കെ ഇങ്ങനെ പോകും ഗൈസ്. നല്ല രസമാണ്. ഞങ്ങൾ 3 ആളും കൂടി അടിപൊളിയാണ് എവിടെയാണെങ്കിലും. ഞങ്ങളെ വൈബ് എന്ന് തന്നെ പറയണേ, അപ്പം പറയാം അപ്പം പോകുക, അതാണ് ഞങ്ങളുടെ ഒരു വൈബ്. എവിടെ ഇഷൊക്കെ എവിടെ അപ്പുറത്തും ഉണ്ടാജ്? അല്ല, നിങ്ങൾ ഇവിടെ കമ്മിയാ ജോളി പിടിച്ച് മോനെ ഒജ് ജയിക്കൂടെ ഇതി കൂടെ പോരുവാ. ആ കൂടെ ഇങ്ങോട്ട് കയറിക്ക. ഇത് വേണ്ട, ഇത് ഭയങ്കര ഉയരുണ്ട്. ഇജ്ജ് അവിടുന്ന് പോന്നിട്ട് ഇജ്ജ് കയറിക്കും മോനോ? ഞാൻ അടിത്തരങ്ങളെ ഒറ്റ മൈൻഡ് നാട്ടി കൊടുത്ത പ്രോത്സാഹിപ്പിച്ച അതാ അവള് പൊലിഞ്ഞിട്ടാണ്. സ്പീഡ് ഉണ്ടാക്കി. പിന്നെ ഓലടുത്ത കളിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഓല് ക്ഷീണിച്ചപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ ഓൽക്ക് വാങ്ങിക്കൊടുത്തുട്ടോ. ഓൽക്ക് പിന്നെ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമല്ലേ. ഇതാക്കണ് ചുണ്ടുമ്പോൾ കൂടിയൊക്കെ ആക്കി തിന്നിട്ട് കണ്ടില്ലേ ഗൈസ്. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞതാ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിന്. അങ്ങനത്തെ ഒരു സംഭവത്തിന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്താൽ ഫുഡ് കിട്ടും. അപ്പം അതിറ്റപ്പുറത്ത് വേറൊരു സംഭവം ഉണ്ട്, അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്താൽ കിട്ടണം. അവിടെയൊക്കെ ഭയങ്കര തിരക്ക്. ഈ ഒരു തോണിൻ്റെ ഉള്ളിൽ മാത്രമുള്ള തിരക്കില്ലാത്ത കുറച്ച് അപ്പുറത്ത് മാറിങ്ങാണ്ട് ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ നല്ല തിരക്കേനി ഗൈസ്. അപ്പം ഞങ്ങൾ ഒരു കപ്പയും മീനും അവിടെ നിന്ന് തന്നെ മീനൊക്കെ ഫ്രഷ് ആയിങ്ങാണ്ട് പൊരിച്ചെങ്ങാണ്ട് കറി വെച്ചാണ്ടൊക്കെ തരും. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു. പക്ഷേ അപ്പോഴൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു. അരമണിക്കൂറെന്ന് പറഞ്ഞു, 1 മണിക്കൂറും 1.5 മണിക്കൂറും കഴിഞ്ഞിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇൽഫ അടങ്ങിക്ക്.
മടുക്ക വാ 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 എന്തേ എങ്ങോട്ടാ അങ്ങോട്ട് പോന്നാ അപ്പാല പൊട്ടിക്കണേ മെല്ലട്ടോ മെല്ലെ താറാവ് പാറുവോ ആരും പേടിക്കരുത് അങ്ങട്ട് അങ്ങട്ട് താറാവിന്റെ അടുത്തേക്ക് വള്ളത്തേക്ക് എന്തിനും പറ്റൂല ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ കമ്മിയാ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് സ്റ്റേജിലേക്ക് പോവാ വേണ്ട വേണ്ട വിഗലട്ടാ അപ്പുറത്തേക്ക് പിന്നെ ഞങ്ങൾ കതിരുന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് കരുതിയ ഒരു ഹോട്ടലിൽ പോയി ഇതാ ഈ ഒരു ഹോട്ടലിലാണ് പോയത് ഗൈസ്. എൻ്റെ ഉള്ളിലൊക്കെ നല്ല ഞങ്ങൾ മന്തിയും വിഫാമും ഓർഡർ ചെയ്തു. അത് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് എൻ്റെ ഉള്ളിൽ താത്താൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങളെല്ലാവരും ഇപ്പാടെ പോയത്. അവളെ പേരാന്ന് പറയുന്നത് നമ്മൾ അനാൻഷാൻ്റെയൊക്കെ പേരിൻ്റെ കുറച്ചപ്പുറത്താണ്. അവിടെ തന്നെയാണ്. അതിൽക്കൂടെ പോകുമ്പോൾ അനാൻഷാൻ്റെ വീടൊക്കെ കാണാം. പക്ഷെ ഇതിൽ ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ രാത്രിയാണ് പോയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ്. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് താത്താൻ്റെ വീട്ടിൽ നിന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഓക്കെ ബൈ.